ആദ്യമേ തന്നെ സ്പോയിലർ അലേർട്ട് പറയുകയാണ്. ഈ പടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും പറയണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ കുറച്ചു പേർക്ക് സ്പോയിലർ സ്വഭാവമുള്ളതായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. 2026 ആദ്യത്തെ മലയാള സിനിമയായിട്ടുള്ള പെണ്ണ് കേസ് എന്ന സിനിമയുടെ സ്ട്രക്ചറിന് പാരഡോക്സിക്കൽ എന്ന് പറയാവുന്ന ഒരു സവിശേഷതയുണ്ട്. അതായത് കണ്ടുമടുത്ത ക്ലീഷയായിട്ട് തോന്നുന്ന രീതിയിൽ പടത്തിന്റെ കുറേ ഭാഗം ഉണ്ടെങ്കിലും മാത്രമേ ഇതിന്റെ ക്ലൈമാക്സ് വർക്കാവുകയുള്ളൂ. അതേസമയം ഈ ഒരു കണ്ടുമടുത്ത രീതിയിലുള്ള ഭാഗങ്ങളാണ് സിനിമയ്ക്കൊരു ബാധ്യതയാകുന്നതും. പടത്തിന്റെ അവസാനം നടക്കുന്ന കാര്യം അങ്ങേയറ്റം ഫ്രഷ് ആയിട്ടുള്ള ഐഡിയ ആണെന്ന് പറയാൻ പറ്റില്ല. ക്ലാസിക് ആയിട്ടുള്ള ഒരു ഹോളിവുഡ് സിനിമയിൽ നമ്മൾ ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഐഡിയയെ നമ്മുടെ നാട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നാടൻ പടത്തിലേക്ക് വേറെ ഒരു പശ്ചാത്തലത്തിൽ കൊണ്ടുവന്നു എന്നത് ഫെബിൻ സിദ്ധാർത്ഥ് ഒരുക്കിയിട്ടുള്ള ഈ പടത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. രോഹിണി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്യുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത്. കേരള കർണാടക ബോർഡറിൽ ജനിച്ചു വളർന്ന രോഹിണി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മൈസൂരിൽ ജോലിക്ക് വേണ്ടി പോവുകയും ഒന്നും സെറ്റാവാതെ വന്നപ്പോൾ ഈ കല്യാണ തട്ടിപ്പ് എന്ന പരിപാടിയിലേക്ക് നീങ്ങേണ്ടി വരികയും ചെയ്തു. പക്ഷേ രോഹിണിയെ മുന്നിൽ വെച്ച് വേറെ പലരുമാണ് ഇതിന്റെ മെയിൻ ഗെയിം കളിക്കുന്നത്. അതാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള CI മനോജിന്റെ ശ്രമങ്ങളാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. ഇക്കോ എന്ന സിനിമയിൽ ഡിസ്ട്രാക്ഷനുകൾ സമർത്ഥമായി ഉപയോഗിച്ചിട്ട് ക്ലൈമാക്സ് ട്വിസ്റ്റ് ഗംഭീരമാക്കാനാണ് ബാഹുൽ രമേശ് ശ്രമിച്ചതെങ്കിൽ ഇവിടെ ഫെബിൻ സിദ്ധാർത്ഥും അദ്ദേഹത്തിന്റെ സഹരചയിതാക്കളും ശ്രമിക്കുന്നത് മനഃപൂർവ്വം ഒരു നിരാശപ്പെടുത്തുന്ന രീതിയിൽ എഴുതിയിട്ട് നമ്മളെ കാര്യത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യിക്കലാണ്. പടം തീർന്നിട്ട് മൊത്തത്തിൽ ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ എഴുതിയത് എന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ വളരെ ലീനിയർ ആയിട്ട് കഥ പോകുന്നത് കൊണ്ട് ഈ സിനിമയ്ക്കകത്ത് പോലീസുകാർക്ക് അന്വേഷണം നടത്തുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ല് നമ്മൾ ഓഡിയൻസിന് കിട്ടുന്നില്ല. പടത്തിന്റെ ഒരു സസ്പെൻസ് കണ്ടുപിടിക്കാനുള്ള ശ്രമം നമ്മളും നടത്തുന്നുണ്ട്. ഒടുവിൽ സിനിമയിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കാൻ സാധ്യതയുള്ള കുറെ ഓപ്ഷനുകളിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ ആ ഓപ്ഷനിലേക്ക് എങ്ങനെ എത്തി എന്ന ട്രാക്ക് മലയാള സിനിമയിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒന്നായതുകൊണ്ട് ആ ഭാഗം നമ്മളെ സാമാന്യം നല്ല രീതിയിൽ ചിരിപ്പിക്കും. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഭാഗത്ത് നമുക്കും ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിരുന്നെങ്കിൽ സിനിമയ്ക്ക് കുറച്ചുകൂടി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചേനെ. കഥാപാത്രത്തിന്റെ ഭൂതകാലമൊക്കെ വളരെ ജനറിക് ആകുമ്പോൾ പ്രതീക്ഷിക്കാത്ത വല്ലതും രണ്ടാം പകുതിയിൽ നടക്കണേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പടം പോകുന്നുണ്ട്. പക്ഷെ അവിടെയും തമാശകളും അന്വേഷണവും ഒക്കെ ഒരു ഉഴപ്പൻ മട്ടിലാണ് പോകുന്നത്. ഈ ഉഴപ്പൻ പരിപാടി എന്ന് ഞാൻ പറയുമ്പോൾ അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ്. എന്തായിരിക്കും സസ്പെൻസ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സിനിമ തീരാൻ പോകുന്നത് എന്ന് നമ്മൾ പാരലലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സിനിമയിൽ സംഭവിക്കുന്ന ക്ലൈമാക്സ് കാണുമ്പോൾ ഭയങ്കര ഷോക്കൊന്നും തോന്നില്ല. ഇന്റർകട്ടുകളിലൂടെ ഇങ്ങനെ 2 ഇവന്റുകൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ ഏത് വഴിക്കാണ് പോകുന്നത് എന്ന് റിവീലിംഗ് നടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാവും. പച്ചക്കറി കൃഷി പോലെ കുറെ കോമഡിക്ക് വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള ഐറ്റംസ് പടത്തിൽ വരുന്നുണ്ട്. സിനിമയുടെ പ്രൊമോ മെറ്റീരിയലുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രോഡ് കാണിക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം നിഖില വിമലിന് കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും ഇത് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. എന്നാൽ അതുപോലെ ഒരുപാട് വേരിയേഷനുകളൊന്നും കാണിക്കാനുള്ള സ്പേസ് പടത്തിലില്ല. പ്രധാനമായും നിഖില അവതരിപ്പിക്കേണ്ടത് അറസ്റ്റിന് ശേഷമുള്ള കുറ്റബോധവും അതിന് മുന്നേയുള്ള ഗതികെട്ട അവസ്ഥയും ഒക്കെയാണ്. ആ ഒരു ഭാഗം പുള്ളിക്കാരി വിശ്വസനീയമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. CI മനോജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഹക്കീം ഷാജഹാനാണ്. തുടക്കത്തിൽ ലേശം മുരടനായിട്ട് അവസാനം കേന്ദ്ര കഥാപാത്രത്തോട് ഒരു സഹാനുഭൂതിയൊക്കെ തോന്നുന്ന ആ കഥാപാത്രത്തിന്റെ ട്രാൻസിഷൻ ഹക്കീം സ്ക്രീനിൽ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നടന്മാരിൽ തുടങ്ങി സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർമാരെ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറ്റിക്കപ്പെട്ട വരന്മാരെ ഇവർ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അജു വർഗീസ് ഒഴികെ ബാക്കിയുള്ളവർക്ക് 1-2 സീനുകൾ മാത്രമേ ഉള്ളൂ. കോഴിക്കോട്ടുകാരനാകാൻ വേണ്ടിയിട്ടുള്ള ആക്സന്റ് പിടിക്കാനുള്ള അജു വർഗീസിന്റെ ശ്രമം നല്ല വൃത്തിയിൽ പാളിപ്പോകുന്നുണ്ട്. എന്റെ ബിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്ന ആ കഥാപാത്രത്തിന്റെ നിഷ്കളങ്കത തന്നെ ലേശം ഓവറാണ്. അതിന്റെ കൂടെ ഫേക്ക് ആയിട്ടുള്ള ആക്സന്റ് കൂടി ആകുമ്പോൾ സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആക്ടർ ശിവജിത്തിനെ നമ്മൾ ഇതിനു മുന്നേ അങ്ങനെ കണ്ടിട്ടില്ലാത്ത തരം ഒരു കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ കാണാൻ സാധിച്ചു. രമേഷ് പിഷാരടിയുടെയും അബിൻ ബിനോയുടെയും കോമ്പിനേഷൻ സ്ക്രീനിൽ രസകരമായിരുന്നു. പെണ്ണ് കേസ് സത്യം പറഞ്ഞാൽ സ്മാർട്ടായിട്ടുള്ള ഒരു സിനിമയാണ്. വലിയ പ്രതീക്ഷ തരാത്ത രീതിയിൽ കൊണ്ടുപോയിട്ട് ഗ്രാഫ് എവിടെ ജമ്പ് ചെയ്യിക്കണമെന്ന് അവർക്കൊരു ധാരണയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഹോളിവുഡിൽ നിന്ന് എടുത്തിട്ടുള്ള ട്വിസ്റ്റിനെ എങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഒരു റൂറൽ ഫ്രോഡ് തമാശ കഥയിൽ കോപ്പിയടി ആവാതെ പ്ലേസ് ചെയ്യണം എന്നതിലും അവർക്കൊരു ധാരണയുണ്ട്. 2 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ളതുകൊണ്ട് സ്ഥിരം കഥ എന്ന് തോന്നുന്ന ഈ സിനിമയിലെ ഭാഗങ്ങൾ വലിയ രീതിയിൽ ക്ഷമാപരീക്ഷണമായിട്ട് മാറുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കഥ മൊത്തത്തിൽ ഒന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എന്തിനാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. എഴുത്തിൽ കുറച്ചുകൂടി റിഫൈൻമെന്റ് വേണ്ടിയിരുന്ന കണ്ടിരിക്കാവുന്ന ഒരു കോമഡി സിനിമയാണ് ആകെ മൊത്തത്തിൽ പെണ്ണ് കേസ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്